ഹായ് ഫ്രണ്ട്സ്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ട്രെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്ലാസ്സസും മോഡൽ ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ലോയുടെ 1 മുതൽ 29 വരെയുള്ള പ്രധാനപ്പെട്ട സെക്ഷനുകൾ ആണ്. കോപ്പറേറ്റീവ് ലാ ഈ നിയമത്തെ 1969 കേരള സഹകരണ സംഘം ആക്ട് എന്ന് വിളിക്കുന്നു. ഇതിന് കേരള സംസ്ഥാനമൊട്ടാകെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. ഈ നിയമം 15/5/1969 പ്രാബല്യത്തിൽ വന്നത്. ഈ ആക്ടിൻ്റെ കീഴിൽ ഉണ്ടായിട്ടുള്ള ചട്ടങ്ങളെ 1969 കേരള സഹകരണ സംഘ ചട്ടങ്ങൾ എന്ന് വിളിക്കാവുന്നതാണ്. 14/7/1969 ചട്ടങ്ങൾ നിലവിൽ വന്നത്. 110 സെക്ഷനുകളും 201 റൂളുകളും ഉൾപ്പെടുന്നു. ഇനി സെക്ഷനിലോട്ട് കടക്കാം. സെക്ഷൻ 1 റൂള് 1 ഇതിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. സെക്ഷൻ 1 റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻറ്റ് ആൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻറ്റ് ആൻഡ് കമൻസ്മെൻറ്റ്. ചുരുക്കപ്പേര്, വ്യാപ്തി, ആരംഭം. സെക്ഷൻ 2 റൂൾ 2 ഇതിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. സെക്ഷൻ 2 റൂൾ 2 ഡെഫിനിഷൻസ്. സെക്ഷൻ 2 റൂൾ 2 ഡെഫിനിഷൻസ്. അപ്പെക്സ് സൊസൈറ്റി, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, സെൻട്രൽ സൊസൈറ്റി, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, ഓംബുഡ്സ്മാൻ, ചീഫ് എക്സിക്യൂട്ടീവ്, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡയറക്ടർ, ഡിസ്പ്യൂട്ട്, ജനറൽ ബോഡി, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, ട്രിബ്യൂണൽ, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, വിജിലൻസ് ഓഫീസർ തുടങ്ങിയവയുടെ നിർവചനങ്ങളാണ് സെക്ഷൻ 2 ഉൾപ്പെടുന്നത്. സെക്ഷൻ 3 രജിസ്ട്രാർ. സെക്ഷൻ 3 രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ നിയമനം, ഉത്തരവാദിത്തം, അധികാരങ്ങൾ ഇവയെല്ലാം സെക്ഷൻ 3 വ്യക്തമാക്കുന്നു. സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഏത് തരം സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാം? സഹകരണ തത്വങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ എന്നതൊക്കെയാണ് സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 5 രജിസ്റ്റേർഡ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 5 രജിസ്റ്റേർഡ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. രജിസ്ട്രേഷൻ ബാധ്യതാ സംഘങ്ങൾ മാത്രം, അതായത് ക്ലിപ്ത ബാധ്യതയോട് കൂടിയുള്ള സംഘങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ എന്നതാണ് സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 6 റൂൾ 3 ഇതിൽ ഉൾപ്പെടുന്നു. സെക്ഷൻ 6 റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. സെക്ഷൻ 6 റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ 1-ാം നമ്പർ ഫോറത്തിൽ അനുബന്ധം 2 പ്രതിയായി തയ്യാറാക്കേണ്ടതാണ്. സെക്ഷൻ 7 റൂൾ 4 ഇതിൽ ഉൾപ്പെടുന്നു. സെക്ഷൻ 7 റൂൾ 4 രജിസ്ട്രേഷൻ. സെക്ഷൻ 7 റൂൾ 4 രജിസ്ട്രേഷൻ. ഒരു സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ 90 ദിവസങ്ങൾക്കകം രജിസ്ട്രാർക്ക് അതിന്മേൽ തീരുമാനം എടുക്കാവുന്നതാണ്. ഇനി സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഒരു സഹകരണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. സെക്ഷൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡീസ് കോപ്പറേറ്റ്. സെക്ഷൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡീസ് കോപ്പറേറ്റ്. സഹകരണ സംഘങ്ങൾ ഏകാംഗ യോഗങ്ങൾ. രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സഹകരണ സംഘം ഒരു ഏകാംഗ യോഗം ആയിരിക്കും. ഇനി സെക്ഷൻ 10. സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം. സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം. സംഘത്തിൻ്റെ പേരുമാറ്റം. ബൈലാ ഭേദഗതി മൂലം ഒരു സഹകരണ സംഘത്തിൻ്റെ പേര് മാറ്റാവുന്നതാണ്. സെക്ഷൻ 11 റൂൾ 12 ഇതിൽ ഉൾപ്പെടുന്നു. സെക്ഷൻ 11 റൂൾ 12 ചേഞ്ച് ലയബിലിറ്റി. സെക്ഷൻ 11 റൂൾ 12 ചേഞ്ച് ലയബിലിറ്റി. ബാധ്യതാ മാറ്റം. നിയമത്തിനും ചട്ടത്തിനും വിധേയമായി ഒരു സഹകരണ സംഘത്തിൻ്റെ ബൈലോ ഭേദഗതി ബാധ്യതയുടെ രൂപത്തിലോ വ്യാപ്തിയിലോ മാറ്റം വരുത്താവുന്നതാണ്.
സെക്ഷൻ 12 റൂൾ 9 ഇതിൽ ഉൾപ്പെടുന്നു. സെക്ഷൻ 12 റൂൾ 9 അമാൻമെൻറ്റ് ഓഫ് ബൈല. സെക്ഷൻ 12 റൂൾ 9 അമാൻമെൻറ്റ് ഓഫ് ബൈല. ഒരു സംഘം രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ബൈലോയും രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്രകാരം രജിസ്റ്റർ ചെയ്ത ബൈലോയിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ബൈലോ ഭേദഗതി എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 13 ഡേറ്റ് ഓഫ് അഫക്റ്റ് ഓഫ് ദി അമാൻമെൻറ്റ്. സെക്ഷൻ 13 ഡേറ്റ് ഓഫ് അഫക്റ്റ് ഓഫ് ദി അമാൻമെൻറ്റ്. ബൈലോ ഭേദഗതി എപ്പോൾ പ്രാബല്യത്തിൽ വരുന്നു? ഒരു പ്രത്യേക തീയതി എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇനി സെക്ഷൻ 14. സെക്ഷൻ 14 റൂൾ 13. റൂൾ 13 ഇതിൽ ഉൾപ്പെടുന്നു. സെക്ഷൻ 14 റൂൾ 13 ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി, കമ്പൾസറി അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. സെക്ഷൻ 14 റൂൾ 13 ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി, കമ്പൾസറി അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. സംയോജനം, ആസ്തി ബാധ്യതകളുടെ കൈമാറ്റ വിഭജനം. ഇനി സെക്ഷൻ 15. സെക്ഷൻ 15 റൂൾ 14. റൂൾ 14 ഇതിൽ ഉൾപ്പെടുന്നു. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 15 റൂൾ 14 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചില കാര്യങ്ങളിൽ റദ്ദാക്കാം. ഒരു സംഘത്തെ രണ്ടോ അതിലധികമോ സംഘങ്ങളായി വിഭജിച്ച് പുതിയ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ആദ്യ സംഘത്തിൻ്റെയും രജിസ്ട്രേഷൻ നിലവിലില്ലാതെ വരുന്നതാണ്. ഇവയുടെ കൂടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും റദ്ദ് ചെയ്യപ്പെട്ടേക്കാം. ഇനി സെക്ഷൻ 16. സെക്ഷൻ 16 ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ. സെക്ഷൻ 16 ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ. അംഗങ്ങളാകാനുള്ള അർഹത. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം, ബുദ്ധിസ്ഥിരതയുള്ള ആളായിരിക്കണം, സംഘത്തിൻ്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ സ്ഥിരതാമസക്കാരനോ ഭൂമിയുള്ള ആളോ ആയിരിക്കണം എന്നിങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്ഷൻ 17. സെക്ഷൻ 17 എക്സ്പൾഷൻ ഓഫ് എ മെമ്പർ. സെക്ഷൻ 17 റൂൾ 18 ഇതിൽ ഉൾപ്പെടുന്നു. എക്സ്പൾഷൻ ഓഫ് എ മെമ്പർ. ഏതെങ്കിലും ഒരംഗം സംഘത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ അംഗത്തെ പുറന്തള്ളുവാൻ പൊതുയോഗത്തിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി സെക്ഷൻ 18. സെക്ഷൻ 18 എന്ന് പറയുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറാണ്. സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നാമമാത്ര അംഗം, സഹായക അംഗം. ഇവർക്ക് ഓഹരിയിലും സംഘത്തിൻ്റെ സ്വത്തുക്കളിലും ലാഭത്തിലും അവകാശമുണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വോട്ടവകാശമില്ല, ഭരണസമിതിയിൽ അംഗമായിരിക്കാൻ അവകാശമില്ല തുടങ്ങിയവയാണ് നാമമാത്ര സഹായക അംഗത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി സെക്ഷൻ 20 റൂൾ 19 ഇതിൽ ഉൾപ്പെടുന്നു. സെക്ഷൻ 20 റൂൾ 19 വോട്ട് ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 20 റൂൾ 19 വോട്ട് ഓഫ് മെമ്പേഴ്സ് അംഗങ്ങളുടെ വോട്ട്. സെക്ഷൻ 21 മാനർ ഓഫ് എക്സസിങ് വോട്ട്. സെക്ഷൻ 21 മാനർ ഓഫ് എക്സസിങ് വോട്ട്, വോട്ട് വിനിയോഗ രീതി. സെക്ഷൻ 22 റെസ്ട്രിക്ഷൻസ് ഓൺ ഹോൾഡിംഗ് ഷെയർസ്. സെക്ഷൻ 22 റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ്, ഓഹരി വാങ്ങൽ. സെക്ഷൻ 23 റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. സെക്ഷൻ 23 റെസ്ട്രിക്ഷൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ഓഹരി കൈമാറ്റം. സെക്ഷൻ 24 റെസ്ട്രിക്ഷൻസ് ഓൺ വിഡ്രാവൽ ഓഫ് ഷെയർസ്. സെക്ഷൻ 24 റെസ്ട്രിക്ഷൻസ് ഓൺ വിഡ്രാവൽ ഓഫ് ഷെയർസ്, ഓഹരി പിൻവലിക്കുന്നതിലെ നിയന്ത്രണം. സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ദ ഡെത്ത് ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ദ ഡെത്ത് ഓഫ് മെമ്പേഴ്സ്, മരിച്ച അംഗത്തിൻ്റെ അവകാശ കൈമാറ്റം. സെക്ഷൻ 26 ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പേഴ്സ്. സെക്ഷൻ 26 ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പേഴ്സ്, മരിച്ചുപോയ അംഗത്തിൻ്റെ സ്വത്തിനുള്ള ബാധ്യത. സെക്ഷൻ 27 ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി. സെക്ഷൻ 27 ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി, സംഘത്തിൻ്റെ പരമാധികാരം. നിയമത്തിനും ചട്ടത്തിനും ബൈലോയ്ക്കും വിധേയമായി ഒരു സംഘത്തിൻ്റെ പരമാധികാരം അതിലെ അംഗങ്ങളുടെ പൊതുയോഗത്തിൽ നിക്ഷിപ്തമായിരിക്കും. സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി, കമ്മിറ്റിയുടെ നിയമനം. സെക്ഷൻ 28A റിസർവേഷൻ ഓഫ് വിമൻ ആൻഡ് SC/ST.
സെക്ഷൻ 28A റിസർവേഷൻ ഓഫ് വിമൻ ആൻഡ് SC/ST. വനിതാ മെമ്പർമാർക്കും പട്ടികജാതി പട്ടികവർഗ മെമ്പർമാർക്കും കമ്മിറ്റിയിലുള്ള സംവരണം. സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. വാർഷിക പൊതുയോഗം. സാമ്പത്തിക വർഷം കഴിഞ്ഞ് 6 മാസത്തിനകം വാർഷിക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ റിവിഷനും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.